പിണറായി സർക്കാർ അനധികൃത നിയമനത്തിനായി നീക്കങ്ങൾ നടത്തുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? അത് സ്വാഭാവികമായിട്ട് അതിപ്പോൾ ഉറപ്പായിട്ട് നടത്തും എന്നുള്ളതാണ് അവരുടെ മുൻകാലങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യുവജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്, അത് ജനവഞ്ചനയുമാണ്. തൊഴിൽ കൊടുക്കുന്ന ഇടങ്ങൾ ഒരുപാടുള്ള മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. 10 വർഷത്തെ പിണറായി ഭരണത്തിനിടെ ഭരണഘടനാ വിരുദ്ധമായി ഇതിലേറെ പിൻവാതിൽ നിയമനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് എന്നാണ് കേൾക്കുന്നത്. അവരുടെ അവസാനത്തെ ചാൻസ് നിലയിൽ ലിസ്റ്റിലെത്തി അതിൽ കയറാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോഴാണ് പുറം പാതിലൂടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് കയറ്റി ഇവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാറായതോടെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള വിവിധ കോർപ്പറേഷനുകളിലും ബോർഡുകളിലും മറ്റ് പിൻവാതിൽ വഴി നിയമനം നേടിയവരെ സ്ഥിരപ്പെടുത്താൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നതായാണ് ആരോപണങ്ങൾ ഉയരുന്നത്. PSCയെ നോക്കുകുത്തിയാക്കി പിണറായി സർക്കാർ അങ്ങനെയൊരു നീക്കം നടത്തുന്നുവെങ്കിൽ അത് കേരളത്തിലെ യോഗ്യരായ യുവജനങ്ങളോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് പറയാതെ വയ്യ. എനിക്കൊപ്പം ഈ സമയം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മനുപ്രസാദ് ചേരുകയാണ്. മനു, സ്വാഗതം. മനു, PSCയെ നോക്കുകുത്തിയാക്കി പാർട്ടി ബന്ധുക്കൾക്ക് വേണ്ടി പിണറായി സർക്കാർ അനധികൃത നിയമനത്തിനായി നീക്കങ്ങൾ നടത്തുന്നുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? അത് സ്വാഭാവികമായിട്ട് അതിപ്പോൾ ഉറപ്പായിട്ട് നടത്തും എന്നുള്ളതാണ് അവരുടെ മുൻകാലങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൺസ്യൂമർ ഫെഡിലായാലും അതുപോലെ തന്നെ GCDയിലായാലും കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി കയറാൻ ആകെ ആശ്രയമായിരിക്കുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെയും അവർ അവരുടെ സഖാക്കളെ തിരികെ കയറ്റാനുള്ള സംവിധാനമാക്കി മാറ്റിക്കഴിഞ്ഞു. അത് തുടർച്ചയെന്നോണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടാണ് അവരെ മുൻകൂർ താൽക്കാലിക നിയമനങ്ങളായിട്ട് അവരെ എടുത്തത്. അപ്പോൾ താൽക്കാലികമായി എടുക്കുക, 10 വർഷം പൂർത്തിയാക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുക എന്നുള്ള സമീപനം നേരത്തെ തന്നെ കണ്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ യോഗ്യരായ യുവജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്, അത് ജനവഞ്ചനയുമാണ്. യുവമോർച്ച എങ്ങനെ നോക്കിക്കാണുന്നതിനെ? അല്ല, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം PSC എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ആശ്രയമാണ്. ഇപ്പോൾ നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ അനവധിയാണ് മറ്റു പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ബാംഗ്ലൂർ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ജോലി ചെയ്യണമെന്നുള്ള നിർബന്ധം അവിടുത്തെ യുവാക്കൾക്ക് പോലും നിർബന്ധം ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ മറ്റു ചില തൊഴിൽദാതാക്കളും തൊഴിൽ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഇടമാണ്. ഗുജറാത്തിൽ തന്നെ നിരവധിയായ ഫാക്ടറികൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇടമാണ്. അങ്ങനെ തൊഴിൽ കൊടുക്കുന്ന ഇടങ്ങൾ ഒരുപാടുള്ള മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ മറ്റു ഫാക്ടറികൾ, സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. മാറി മാറി ഭരിച്ചവരുടെ കാഴ്ചപ്പാടില്ലായ്മയും ദീർഘവീക്ഷണമില്ലായ്മയാണ് ആ തരത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ നിലനിൽക്കുന്ന ഒരേ ഒരു ആശ്രയം പബ്ലിക് സർവീസ് കമ്മീഷനാണ്. PSC വഴി നിയമനം നേടുക എന്നുള്ളതാണ് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ഒരേ ഒരു ആശ്രയം. അതിനുവേണ്ടി അവർ തയ്യാറാകുന്നത് എങ്ങനെയാണ്? കേവലം ഒരു പരീക്ഷ എഴുതി പാസ്സായി ജോലി കിട്ടാമെന്നുള്ള ലാഘവത്തോടു കൂടി മാത്രമല്ല, അവർ അതിനുവേണ്ടി ദീർഘവർഷങ്ങളോളമുള്ള കാത്തിരിപ്പുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമുണ്ട്, പരിശ്രമമുണ്ട്. അതിനിടയിലുള്ള അവരുടെ ജീവിതങ്ങളുടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കല്യാണം കഴിച്ച് കുഞ്ഞു മക്കളെ വീട്ടിലിട്ടിട്ട് PSC പഠിച്ചൊരു ജോലി നേടാൻ വേണ്ടി ദീർഘകാലമായി വീട്ടിൽ മറ്റു പല പട്ടിണികളും സഹിച്ച് PSCക്ക് വേണ്ടി പരിശ്രമം നടത്തി ലിസ്റ്റിൽ ഇടം നേടുന്നവർ PSCയെ അവർ പലപ്പോഴും ക്രമക്കേടുകളുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ശിവരഞ്ജിത്തും നസീമും ഒക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും PSC മാത്രമാണ് ഇവിടെ ഒരു ആശ്രയം എന്നുള്ളതിൽ ഞങ്ങൾക്ക് പറയാതെ വയ്യ. അപ്പോൾ ആ PSCയെ നോക്കുകുത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുന്നു എന്ന് തന്നെയാണ്. അത് വഞ്ചിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല. ഇനി എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉള്ളവർ നാട് വിടുന്നുണ്ട്. ബാക്കി നാട്ടിൽ തുടരുന്നവരെല്ലാം ഏക പ്രതീക്ഷ PSCയാണ്. ആ PSCയെ നോക്കുകുത്തിയാക്കുന്നു. അവർ കാലങ്ങളോളം പഠിക്കുന്നു, ഒരു ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പരിശീലനം നടത്തുന്നു. രാവിലെ റബ്ബർ വെട്ടുന്ന ജോലിക്ക് പോയിട്ട്, പത്രം ഇടുന്ന ജോലിക്ക് പോയിട്ട്, വിവിധങ്ങളായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ജോലികൾ ചെയ്തിട്ട് ബാക്കി മുഴുവൻ സമയവും PSC പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് അതിനുവേണ്ടി തുക ചിലവാക്കി കോച്ചിങ് സെൻറ്ററുകളിൽ പോയി പഠിച്ച് പരിശീലനം നേടി അവരവസാന ലിസ്റ്റുകളിൽ ഇടം നേടുമ്പോൾ ആ ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായില്ല. പാർട്ടിക്ക് വേണ്ടി തല്ലാൻ പോകുന്നവൻ, കൊല്ലാൻ പോകുന്നവൻ, ജയ് വിളിക്കുന്നവർ, സോഷ്യൽ മീഡിയകളിലൂടെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ തിരികെ കയറ്റാനുള്ള ഇടമാക്കി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോൺഗ്രസും മാറ്റിയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് യുവമോർച്ച നോക്കിക്കാണുന്നത് കേരളത്തിലെ യുവാക്കളെയും യുവജനങ്ങളെയും വഞ്ചിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ അവസാനിക്കുന്ന തൊഴിൽദാതാവായ ഒരു സംവിധാനത്തെ കൂടി അടയ്ക്കുക കൂടി ചെയ്യുന്നൊരു സമീപനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ശരി, PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നിയമനത്തിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറേയില്ല.
അവരുടെ നിയമനം തടസ്സപ്പെട്ട നിലയിലുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇത്തരത്തിൽ ഒരു സമയം വരുമ്പോൾ ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്തുക ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ ഇവരെ അറിയിക്കാത്തത്? വേണ്ട, ആരെയൊക്കെ വേണം, എത്ര വേക്കൻസികളുണ്ട് എന്നത് പുറത്ത് പറയാത്തത്? അല്ല, തീർച്ചയായും കേരളത്തിലൊരു നിയമന സ്തംഭനം തന്നെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഇട്ട് ഈ കാര്യങ്ങൾ പുറത്തുവിട്ട് പരീക്ഷ നടത്തി ഇത്തരം ആൾക്കാരെ നിയമിക്കേണ്ടതായി നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ വേക്കൻസിയിലേക്ക് താൽക്കാലികക്കാരായിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റുന്ന ഒരു സമീപനവും കൂടി കാണുന്നുണ്ട്. അപ്പോൾ വേക്കൻസി നിലനിൽക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടിട്ട് പരീക്ഷ നടത്തി ആളുകളെ എടുക്കുന്നതിന് പകരം അതേ വേക്കൻസിയിലേക്ക് താൽക്കാലികക്കാരായിട്ടുള്ള ആളുകളെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ താൽക്കാലികക്കാരായിട്ടുള്ള ആളുകളെ നിയമിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ മാനദണ്ഡം ഒന്ന് പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ നേതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണോ എന്നുള്ളതാണ്, പാർട്ടിക്ക് വേണ്ടി തല്ലാനോ കൊല്ലാനോ പോയിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരാളെ തിരികെ കയറ്റി കഴിഞ്ഞാൽ 10 വർഷക്കാലം അതേ നിയമനത്തിൽ അയാൾ തുടരാൻ അനുവദിക്കുമ്പോൾ PSC പഠിക്കുന്ന ഇത്രയും ആളുകൾക്ക് അവിടെ നിയമനം കിട്ടാനുള്ള സാധ്യത അടയുകയാണ്. അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇനി മറ്റൊരു വസ്തുത, റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പോലും ആളുകളെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് PSC നോട്ടിഫിക്കേഷൻ ഇട്ട് അതിനുശേഷം പരീക്ഷ എഴുതി പരീക്ഷയുടെ ഭാഗമായി ലിസ്റ്റിൽ വന്ന് 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും ഒക്കെ കരസ്ഥമാക്കി ലിസ്റ്റ് ഇങ്ങനെ നിലനിൽക്കെ തന്നെ അവരുടെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 3 വർഷം ലിസ്റ്റ് പൂർത്തിയാവുന്ന സമയത്ത് ഒരാളെപ്പോലും എടുക്കാതെ ലിസ്റ്റ് ക്യാൻസലാക്കുകയാണ്. അപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ള സ്ഥലത്ത് പരീക്ഷ നടത്തി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ ലിസ്റ്റിൽ നിന്ന് 1ാം റാങ്ക് വന്ന ആൾ പോലും 2ാം റാങ്ക് വന്ന ആൾ പോലും അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവിടെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ആ ഉൾപ്പെട്ടതിൻ്റെ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം പിൻവാതിൽ നിയമനങ്ങളിലൂടെ തിരികെ കയറ്റുക എന്നുള്ളതാണ്. നിലവിലുള്ള സംവിധാനങ്ങളെ റദ്ദ് ചെയ്യുക എന്നുള്ളത് അവരോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന്, പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ തന്നെ ആളെ എടുക്കുന്നില്ല എന്നുള്ളത് രണ്ട്, നിരവധി ആളുകൾക്ക് PSC ജോലി കൊടുത്തു എന്നുള്ള തെറ്റായ PR വർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപകടകരമായ കാര്യം. ശരി, ഈ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിനിടെ ഭരണഘടനാ വിരുദ്ധമായി ഇതിലേറെ പിൻവാതിൽ നിയമനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് എന്നാണ് കേൾക്കുന്നത്. ഇത് നമ്മളുടെ ഒരു ഊഹാപോഹമല്ല. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ചട്ടലംഘനം തെളിഞ്ഞിരിക്കുന്നത്. അല്ല, തീർച്ചയായും. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇവിടെയുണ്ട്. ആളുകൾക്ക് ജോലി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ഇവിടെ അതിനെല്ലാം നോക്കുകുത്തിക്കൊണ്ട് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ആളാണ്. കുടുംബശ്രീ നാളെ എടുക്കുന്നതിനൊന്നും നമുക്ക് അങ്ങനെ കുടുംബശ്രീയോടുള്ളൊരു വിരോധം കൊണ്ട് പറയുന്നതല്ല. പക്ഷേ പ്രശ്നം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലെ ഒരു ഗാർഡനെ എടുക്കുന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് എടുക്കുന്നത്? കുടുംബശ്രീ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്? അത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു, അതിനുശേഷം ഇവിടെ സ്ഥിരപ്പെടുത്തുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഇവർക്ക് ഇടപെടാൻ പറ്റുന്ന, ഇവർക്ക് തോന്നുമ്പോൾ ഇടപെടാൻ പറ്റുന്ന സംവിധാനങ്ങളെ ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ആളുകളെ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ലക്ഷക്കണക്കിന് ആളുകളെ പിൻവാതിൽ നിയമനം നടത്തി ഇതിനുള്ളിൽ തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ 2 ലക്ഷം പേർക്ക് കൂടെ ജോലി കിട്ടി എന്നുള്ളതല്ല, അർഹരായ 2 ലക്ഷം പേർ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം. അപ്പോൾ അവരിനി എവിടെയാണ് പോകേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് 35 വയസ്സ് വരെയാണ്, 36 വയസ്സ് വരെയൊക്കെയാണ് ഒരു PSC എന്ന നിലയിലേക്ക് സാമാന്യം ആളുകൾക്ക് എഴുതാൻ പറ്റുക. ചില സംവരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു 38 വയസ്സ് വരെ നമുക്ക് വയ്ക്കാം. പക്ഷേ ഈ 38 വയസ്സ് വരെ 20 വയസ്സ് മുതൽ 18 വയസ്സ് മുതൽ ഈ PSC എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അതിലൂടെ പഠിച്ച് അതിനുവേണ്ടി പരിശീലനം നടത്തി അവസാന ദിവസമൊക്കെ ആകുമ്പോഴാണ് ഒരു ലിസ്റ്റിലൊക്കെ ചില ആളുകളൊക്കെ എത്തിപ്പെടുന്നത്. അവരുടെ അവസാനത്തെ ചാൻസ് നിലയിൽ ലിസ്റ്റിലെത്തി അതിൽ കയറാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോഴാണ് പുറം വാതിലിലൂടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് കയറ്റി ഇവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് അവർക്ക് നേടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഇനിയൊരു തൊഴിൽ അന്വേഷിച്ച് അവർ പോവുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ പിന്നെ ഉണ്ടാക്കുന്നത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതൊരു പഠനം നടത്തണം എന്നുള്ളത് യുവമോർച്ചയ്ക്കുണ്ട്. കാരണം തൊഴിൽ കിട്ടാതെ പിന്നീട് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് കാലങ്ങളോളം പരിശീലനം നടത്തി PSC ലിസ്റ്റിൽ വന്ന് ഇപ്പോൾ കിട്ടുമെന്ന് പറയുമ്പോൾ അത് കിട്ടാതാവുകയും ഇനിയൊരു അവസരം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അവർ ഈ സമൂഹത്തിൽ പുറന്തള്ളപ്പെടുകയാണ്. അവരെ ആരാണ് അഡ്രസ്സ് ചെയ്യുക? അവരുടെ ജീവിതം മൊത്തം മാറ്റിവെച്ച് വിവാഹം പോലും അതിനുവേണ്ടി അല്ലെങ്കിൽ മറ്റു പല സ്വപ്നങ്ങളും അതിനുശേഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എത്തിപ്പെട്ട പല ആളുകളുമുണ്ട്. അവരെല്ലാം നശിച്ച് ആത്മഹത്യയുടെയും മറ്റു വക്കിലുമൊക്കെ എത്തി നിൽക്കുകയാണ്. ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഗവൺമെൻറ് അവരെയെല്ലാം ചതിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് വഴി ആളെ എടുക്കണമെന്ന നിയമത്തിന് വിരുദ്ധമായി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി പുതുതായി വീണ്ടും കരാർ ജീവനക്കാരെ എടുക്കാൻ പത്രപരസ്യമൊക്കെ കൊടുക്കാറുണ്ട്. അനർട്ടിൻ്റെ
പത്രപരസ്യങ്ങളൊക്കെ സമ്പൂർണ്ണമായും ചട്ടവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ? അല്ല, തീർച്ചയായും. ഒന്ന്, ഈ പെർമനൻ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു മാനദണ്ഡം ഈ നാട്ടിലുണ്ട്. ആ മാനദണ്ഡത്തിലൂടെ ആ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. രണ്ട്, നരേന്ദ്രമോദിജി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വച്ചിരുന്നു. എന്തിനാണ് ഈ പരീക്ഷ നടത്തിയതിന് ശേഷം പിന്നെ ഇൻ്റർവ്യൂ നമ്മൾ പ്രത്യേകമായി നടത്തുന്നത് എന്നുള്ളതിൽ അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വച്ചിരുന്നു. കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പരീക്ഷ നടത്തി ലിസ്റ്റിൽ വന്ന ഒരാളെ പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ തിരികെ കയറ്റാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഇൻ്റർവ്യൂകളെ കാണുന്നത് നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ എടുക്കുന്നതിനോടല്ല എതിർപ്പ്. പ്രശ്നം എന്താണ്? കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് എടുക്കുന്നത് സ്ഥിരമായി നിയമനം നൽകേണ്ട മേഖലകളിൽ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ചില മേഖലകളിലൊക്കെ കരാറുകാർക്ക് കൊടുക്കുന്നു, അവർ ജോലിക്ക് എടുക്കുന്നു, ജോലി ചെയ്ത് കരാർ അടിസ്ഥാനത്തിൽ പിന്നോട്ട് പോകുന്നു. പക്ഷേ പിന്നീട് ഗവൺമെൻറ് ആ ബാധ്യത ഏറ്റെടുക്കുകയും ഗവൺമെൻറ് ആ ശമ്പളം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിരപ്പെടുത്തലിലേക്ക് പോകുമ്പോൾ PSC എന്ന് പറയുന്നത് നോക്കുകുത്തിയാവുകയാണ്. അപ്പോൾ കരാർ സംവിധാനങ്ങളോടുള്ള വിയോജിപ്പല്ല, മറിച്ച് അത് എവിടെയൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കരാർ ജീവനക്കാരെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാവിയിൽ അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി സഖാക്കളെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ്. അതിനൊരു മാനദണ്ഡമില്ല. എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ കരാർ നിയമനം നടത്തുകയും അതിനുശേഷം ജോലിക്ക് ശേഷം അവർ പോവുകയും ചെയ്യുന്നതോ, അല്ലെങ്കിൽ കരാർ ജീവനക്കാരെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റേതായ നോട്ടിഫിക്കേഷനൊക്കെ ഇട്ട് ആ മാനദണ്ഡം പാലിച്ച് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനും മറ്റു ആൾക്കാരെ അങ്ങനെയുമല്ല എടുക്കുന്നത്. അപ്പോൾ മെരിറ്റ് അട്ടിമറിക്കപ്പെടുകയും സ്വന്തക്കാർ തിരികെ കയറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുള്ളതാണ്. ഇത് LDF എന്ന് മാത്രമല്ല, UDFും സമാനമായ സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് LDFന് തുടരാനുള്ള, അത് ചെയ്യാനുള്ള ആർജവം കിട്ടുന്നത് എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ തൊഴിലില്ലായ്മ സൃഷ്ടിച്ച് ഇന്ന് നമ്മൾ കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. വിലക്കയറ്റം വർദ്ധിച്ച് നിലനിൽക്കുകയും തൊഴിലില്ലായ്മ നിൽക്കുകയും ചെയ്താൽ തൊഴിൽ വേതനം കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഈ കേരളത്തിലെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോവുക? ഇവർ കളിയാക്കുന്ന ഗുജറാത്തിലേക്ക് നോക്കൂ, എത്ര ആളുകൾക്കാണ് അവിടെ തൊഴിൽ കൊടുക്കുന്നത്. തൊഴിലില്ലായ്മയുടെ നിരക്കിൽ അത് പിറകിലല്ല. മറ്റു സംസ്ഥാനങ്ങൾ നോക്കൂ, തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ അവർ പിറകിലല്ല. വിലക്കയറ്റവും അവിടെ പിടിച്ചെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ തൊഴിലും കൊടുക്കുന്നില്ല, വിലക്കയറ്റവും അതുപോലെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരാജയത്തിൻ്റെ കാരണം യുവാക്കളെ തെരുവിലലയാൻ വിടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുക. ഒട്ടുമിക്ക വകുപ്പുകളിലും വകുപ്പ് ആസ്ഥാനത്തെ ഒഴിവുകൾ ഭരണാനുകൂല യൂണിയൻ നേതാക്കൾ കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് 10 വർഷക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണത്. ചട്ടവിരുദ്ധമായി വകുപ്പ് ആസ്ഥാനത്ത് ജോലിയിൽ പ്രവേശിച്ചവരെ അവരുടെ ടേൺ അനുസരിച്ച് ഒഴിവുള്ള ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കുന്നതിന് അവർ പലരുടെയും സഹായം തേടുന്നുണ്ട്. അതങ്ങ് നേടിയെടുക്കും. അതുതന്നെയല്ലേ ഇനിയും വരാൻ പോകുന്നത്? അല്ല, ഇതെല്ലാം ഒരു കോമണായി പരസ്പര പൂരകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഇതിലേതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ ഒരു സംഭവത്തെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിറ്റപ്പൻ എന്ന നിലയിലേക്ക് കേരളത്തിൽ ചർച്ചയായ സംഭവം അറിയാം. ചിറ്റപ്പൻ അവർക്ക് സ്വാഭാവികമായിട്ട് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തീരുമാനിക്കുന്നു, സ്വന്തം മരുമകനെ അതിലേക്ക് ജോലിക്കെടുക്കുന്ന സാഹചര്യം. അതേ ജോലി എടുക്കുമ്പോഴാണ് നമ്മുടെ പാറശാലയിലെ വെള്ളരുടെ പ്രദേശത്ത് അനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവന് ജോലിയിൽ ഇടം നേടുമ്പോൾ അത് കിട്ടാതെ പോവുകയും എല്ലാവരുടെയും ചിറ്റപ്പനായി മാറാൻ എല്ലാവർക്കും പറ്റാത്തത് കൊണ്ട് അവൻ്റെ ചിറ്റപ്പന്മാരും മറ്റൊന്നും ഇതുപോലെ അധികാര സ്ഥാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടും അർഹതപ്പെട്ടതെല്ലാം നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റുക എന്നുള്ളത് ഒരു പോളിസി എന്ന കണക്കെ, സമീപനം എന്ന കണക്കെ കാലങ്ങളായി ഇടതു വലതു മുന്നണികൾ അനുവർത്തിച്ചു വരുന്നു. ഇന്നും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. കാലങ്ങളായി അവർ ഭരണം നടത്തി കേരളത്തിൻ്റെ മണ്ണിൽ തൊഴിലവസരങ്ങളെല്ലാം ഇല്ലാതാക്കി. വിദ്യാഭ്യാസം നേടി വലിയൊരു സമൂഹം, ഇന്നിടയ്ക്ക് മുട്ടിലഴിക്കുന്നവർ, മുടി മുറിക്കുന്നവർ, ഈ ഭിക്ഷ യാചിക്കുന്നവർ, ഞങ്ങളുടെ ലിസ്റ്റ് തീരാറായി ഒരു ജോലി തരുമോ എന്ന് അപേക്ഷിക്കുന്നവർ, ഇന്ന് റീസെൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1ാം റാങ്കുകാരിയും 2ാം റാങ്കുകാരിയും ഒക്കെ തൊഴിൽ കിട്ടാതെ പുറത്ത് നിൽക്കുന്നു. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ ക്യാൻസലാകാൻ പോവുകയാണ്. എന്തിനാണ് ആ പരീക്ഷ നടത്തിയത്? എന്തിനാണ് അവർക്ക് പ്രതീക്ഷ കൊടുത്തത്? അവർ എന്തിനു വേണ്ടി കാത്തിരുന്നു കാലം ഇത്രയും? അവർ ഇത്രയും നാൾ കാത്തിരുന്ന് ആ പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നു. 1ാമതും 2ാമതും വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ജോലി കിട്ടി എന്നുള്ള മാനസികാവസ്ഥയിലല്ലേ കാര്യങ്ങൾ ചെയ്യുക. അത് കിട്ടാതെ പോകുന്നുണ്ട്. നാളെ എവരോടൊക്കെ ആരുത്തരം പറയും? ഇവരോട് ഉത്തരം പറയാനുള്ള ബാധ്യത ആർക്കാണ്? ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർ പാലങ്ങളായി ഈ നാട് ഭരിച്ചതല്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിച്ചതല്ലേ? യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞതല്ലേ? തൊഴിലില്ലാത്ത കേരളം 2ാം സ്ഥാനത്ത് ഇന്ത്യയിൽ കൊണ്ട് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക്? കേരളത്തിലെ വിലക്കയറ്റം ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക്? ഇതിൽ നിന്നൊന്നും ആർക്കും കൈയെഴുകാൻ പറ്റില്ല. ശരിയായി ഭരിക്കാൻ അറിയാത്തത് കൊണ്ടും അതിന് നൈപുണ്യം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാത്തത് കൊണ്ടും കഴിവില്ലാത്തത് കൊണ്ടും
കെടുകാര്യസ്ഥതയും അഴിമതിയും നന്നായി സ്വജനപക്ഷപാതവും നന്നായി നടത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇന്നും വഞ്ചിതരാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ സ്ഥാനക്കയറ്റമാവട്ടെ അല്ലെങ്കിൽ സ്ഥലം മാറ്റമാവട്ടെ, ആശ്രിത നിയമനമാവട്ടെ, അതൊക്കെ വേണം. പക്ഷേ അതൊക്കെ നിയമാനുസൃതമായി തന്നെ വേണം. അല്ലാതെ ഭരിക്കുന്ന പാർട്ടിയുടെ ആ കക്ഷിയുടെ ആളുകൾക്ക് തോന്നിയതുപോലെ, യൂണിയന് തോന്നിയതുപോലെ എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അല്ല, അതിൽ ഞാൻ ക്ഷമിക്കുന്നത് തിരുത്തോടുകൂടി പറയാം. ആശ്രിത നിയമനവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിയമപരമായ സംവിധാനങ്ങളുടെ തൊഴിൽ വരട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ ഓൾറെഡി നിയമപരമായി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഞാൻ ചിറ്റപ്പനാണ്, ഒരാളെ അങ്ങ് നിയമിച്ചേക്കാം, അതിനൊരു നിയമം ഉണ്ടാക്കിയേക്കാം എന്ന സംവിധാനം ഒന്നും വേണ്ട. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോൾ ഒരു സംഭവം ഇടയ്ക്ക് വരുന്നുണ്ടായി. അതായത് ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഡിഗ്രി നിർബന്ധമായിരുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ എടുക്കണമെന്ന് തീരുമാനിച്ച ആൾക്ക് ഡിഗ്രി ഇല്ലായിരുന്നു. അപ്പോൾ അവർ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ അവർ സിൻഡിക്കേറ്റ് കൂടിയിട്ട് ആ പോസ്റ്റിന് ഡിഗ്രിയാണ് ബേസിക് യോഗ്യത എന്ന നിലയിൽ ഉള്ളത് കൊണ്ട് അവർ തീരുമാനിച്ച ആളെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ പോസ്റ്റിന് ഡിഗ്രി വേണ്ട എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ആ പോസ്റ്റിൽ ഇനി അപേക്ഷിക്കാൻ ഡിഗ്രിക്കാർ വേണ്ട എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എടുക്കാൻ തീരുമാനിച്ച ആളെ എടുക്കാനും പറ്റി. അപ്പോൾ അങ്ങനെ നിലവാരം കുറച്ചിട്ടായാലും നമുക്ക് വേണ്ടവരെ തിരികെ കയറ്റുക എന്നുള്ള മനോനിലയിലേക്കാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. മുൻപും ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊരു സർക്കാരും അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് മുൻപൊക്കെ കേട്ടിരുന്ന ആരോപണം തന്നെയാണ് ഇത്. പക്ഷേ ഇത്തവണ അല്പം കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. വൈദ്യുതി വകുപ്പിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പട്ടികജാതി വികസന വകുപ്പ്, ആ സ്ഥാനത്തെ ഒഴിവുകളൊക്കെ ഭരണാനുകൂല യൂണിയൻ നേതാക്കൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത്തരത്തിലൊക്കെ ഒട്ടേറെ തെളിവുകൾ സഹിതമാണ് പുറത്തു വരുന്നത്. അല്ല, ഇത്തവണ കൂടാനുള്ള കാര്യം ഇത്തവണ 10 വർഷത്തെ ഭരണത്തിൻ്റെതായ ഒരു തുടർച്ചയെന്നോളം, അല്ലെങ്കിൽ 5 വർഷത്തിൻ്റെതായ ഒരു ഗ്യാപ്പിൽ വന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ 10 വർഷം തുടർച്ചയായി കിട്ടിയതിൻ്റെ ഒരു കൂടുതലാണ്. ഇതിനു മുമ്പ് 5 വർഷം UDF ഉള്ളതുകൊണ്ട് അവർക്ക് അത്ര ശതമാനം മാത്രമാണ് നടക്കാൻ സാധിച്ചത്. LDF മുമ്പ് 5 വർഷം ആയതുകൊണ്ട് അത്ര ശതമാനം മാത്രമാണ് നടക്കാൻ സാധിച്ചത്. ഇപ്പോൾ 10 വർഷത്തെ ഇത്രയും വർഷത്തെ ആളുകളെ തിരികെ കയറ്റലിൻ്റെ ഒരു സംവിധാനമുള്ളത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. യുവമോർച്ചയുടെ ശ്രദ്ധയിൽപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? ഇന്നലെ തന്നെ യുവമോർച്ച എറണാകുളത്തൊരു മാർച്ച് നടത്തി. ഞാൻ നേരിട്ട് അതിൽ പങ്കെടുത്തതാണ്. DCDയിലേക്കുള്ള മാർച്ച്. അവിടെ താൽക്കാലികരായിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റുന്നു എന്ന് മാത്രമല്ല, അവിടെ ഉള്ള നിയമനങ്ങൾ ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഉള്ള ആളുകൾ, കുടുംബക്കാർ, അവരുടെ പാർട്ടിക്കാർ തീരുമാനിച്ച് ആ റിപ്പോർട്ട് പോലും ചെയ്യാതെ അത് രഹസ്യമായി വെച്ചിട്ട് ആളുകളെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടികജാതി വകുപ്പിൽ ക്ഷേമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് വേണ്ടപ്പെട്ടയാളെ എടുത്തതിന് ശേഷം ഒരു സഹായ സപ്ലൈകോയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരാളെ നിയമിച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു സഹായിയെ വയ്ക്കാം. അത്തരത്തിൽ ബിസിനസ് സംവിധാനങ്ങളുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആ സഹായിയെ വയ്ക്കുന്നത് ആരാണ്? പാർട്ടി ലിസ്റ്റ് കൊടുക്കും സഹായിയെ വയ്ക്കാനും. അത് ആരും അറിയുന്നു പോലുമില്ല. ആ വയ്ക്കുന്നത് താൽക്കാലികമായി വയ്ക്കുന്നത് ഡെയിലി 500 രൂപ 600 രൂപ വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ തീരുമാനിക്കുന്നു, അയാളൊരു സഹായിയെ വയ്ക്കുമ്പോൾ പാർട്ടി കത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും വിശ്വസിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും ഇത് കിട്ടുന്നു എന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല. കാര്യം നന്നായി പഠിച്ച് ഇതിൽ നിന്ന് ജോലി നേടണമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇത് കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. നിശ്ചിതമായൊരു ശതമാനം ആളുകൾക്കാണ് അത് കിട്ടുന്നത്. അപ്പം മെരിറ്റ് അട്ടിമറിക്കപ്പെടുമ്പോൾ പുറത്തു പോകുന്നത് BJP ഏതെങ്കിലും അനുഭാവിയാണ് എന്ന നിലയിലൊന്നും യുവമോർച്ച പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മെരിറ്റ് ഇഷ്ടപ്പെടുന്ന ധാർമ്മികമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിൽ നിന്ന് പുറത്തു പോവുകയാണ്. മറിച്ച് എല്ലാ മെരിറ്റും അട്ടിമറിക്കപ്പെട്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പോലും പങ്കാളിയായവർ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നത്, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിലല്ല, അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്നവർ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണ്. എന്നാൽ പുറത്താകപ്പെടുന്നവർ, മെരിറ്റിൽ നിന്ന് അട്ടിമറിക്കപ്പെടുന്നവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതെന്നല്ല, കേരളത്തിലെ എല്ലാ യുവജനങ്ങളും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കപ്പുറം പുറത്താവുകയാണ്. മെരിറ്റ് അട്ടിമറിക്കപ്പെട്ടാൽ അതിൻ്റെ നഷ്ടം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനല്ല, ഈ നാടിനാണ്, ഈ നാട്ടിലെ യുവജനങ്ങൾക്കാണ്. അതാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ നന്ദി മനുപ്രസാദ്, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമസ്തേ.